നമസ്കാരം, സിറ്റി ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോട് കൂടിയുള്ള ഡോക്ടർ റോബിൻ വർഗീസാണ്, കൺസൾട്ടന്റ് ഫിസിഷ്യൻ, ദീപ നഴ്സിംഗ് ഹോം, കാഞ്ഞങ്ങാട്. നമസ്കാരം ഡോക്ടർ. ഇന്നത്തെ വിഷയം സ്ട്രോക്കാണ്. അതായത് സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ ഒരു സൈഡ് തളർന്നു പോവുക, അല്ലെങ്കിൽ കംപ്ലീറ്റ് ബോഡി പാരലൈസ് ചെയ്യുക, സംസാര ശേഷി നഷ്ടപ്പെടുക, ഇതൊക്കെയാണ് സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ. എന്താണ് ഇതിനുള്ള കാരണം? എന്താണ് ഈ ഒരു രോഗം വരാനുള്ള സിറ്റുവേഷൻ? എന്താണ് ഡോക്ടർക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ മരണസംഖ്യയിൽ 10 മരണസംഖ്യ നടക്കുന്ന ഒരു അസുഖമാണ്. സ്ട്രോക്ക് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? നമ്മളുടെ തലച്ചോറിലേക്കുള്ള രക്തോട്ടം പെട്ടെന്ന് ഒരു കാരണത്താൽ കുറയുകയും അതിനുശേഷം ഉണ്ടാകുന്ന ഓക്സിജൻ്റെ വേരിയേഷൻ അനുസരിച്ച് രക്തോട്ടത്തിൻ്റെ കുറവ് വഴി ഓക്സിജൻ കുറയുമ്പോൾ അവിടെയുള്ള നാഡീകോശങ്ങൾ ഡെത്താവുകയും ചെയ്യുന്നതിന് ശേഷം ഉണ്ടാകുന്ന ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ്സിനെയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഈ പക്ഷാഘാതം നമുക്ക് ഒന്നെങ്കിൽ രക്തക്കുഴലുകൾക്ക് ക്ലോട്ട് സംഭവിച്ചോ അതിനെ ഇഷ്കീമിക് സ്ട്രോക്ക് എന്ന് പറയും, അതല്ലെങ്കിൽ രക്തധമനികൾ പൊട്ടി ഉണ്ടാകുന്നതിനെ ഹെമറാജിക് സ്ട്രോക്ക് എന്നും പറയും. ഇങ്ങനെ 2 തരം സ്ട്രോക്കുകൾ നമുക്കുണ്ട്. കൂടുതലായും കണ്ടുവരുന്നത് ഇഷ്കീമിക് സ്ട്രോക്കാണ്. 70 മുതൽ 80% വരെ ഇഷ്കീമിക് സ്ട്രോക്കും 10 മുതൽ 15% വരെ നമ്മൾ കണ്ടുവരുന്നത് ഹെമറാജിക് സ്ട്രോക്കുമാണ്. ഇത് രണ്ടും തമ്മിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യമേ കണ്ടുപിടിക്കണം. കാരണം ഇത് രണ്ടും 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. ഒന്നിൻ്റെ ട്രീറ്റ്മെൻറ്റും മറ്റേതിൻ്റെ ട്രീറ്റ്മെൻറ്റും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. രണ്ടിൻ്റെയും സിംറ്റംസ്, വരുന്ന പേഷ്യൻറ്റിൻ്റെ സിംറ്റംസ് ഒന്നാണെങ്കിലും രണ്ടും കണ്ടുപിടിച്ചാൽ മാത്രമേ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റൂ. ഇനി സ്ട്രോക്ക് എന്ന് പറയുന്നതിൻ്റെ ലക്ഷണങ്ങളിലേക്ക് കടക്കാം. ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ഒരു ഭാഗം, ഒരു സൈഡ്, വലത് സൈഡോ ഇടത് സൈഡോ പെട്ടെന്ന് തളർന്നു പോവുക, വലത് കൈയും കാലും പൊക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ ഇടത് കൈയും ഇടത് കാലും പൊക്കാൻ പറ്റാതെ. ഒരു ദിവസം രാവിലെ സുപ്രഭാതത്തിന് എണീക്കുമ്പോൾ പെട്ടെന്ന് പേഷ്യൻറ്റിന് കൈയും കാലും പൊക്കാൻ പറ്റായിക, ഇങ്ങനെയുള്ള പെട്ടെന്ന് ആ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പെട്ടെന്ന് എന്നുള്ളത്. അതല്ലെങ്കിൽ ചെറിയൊരു സൈഡിലേക്ക് കോടിപ്പോവുക, സംസാരിക്കുമ്പോൾ ഉള്ള സ്ഫുടത നഷ്ടപ്പെടുക, അല്ലെങ്കിൽ വ്യക്തത കിട്ടാതിരിക്കുക. പെട്ടെന്ന് ഒരു പേഷ്യൻറ്റിന് സ്ഫുടതയോ അല്ലെങ്കിൽ വ്യക്തതയോ പോവുക, ഇങ്ങനെയുള്ള സിംറ്റംസ് ഒരു പേഷ്യൻസിന് വരികയാണെങ്കിൽ നമുക്ക് എപ്പോഴും സ്ട്രോക്ക് സസ്പെക്റ്റ് ചെയ്യാം. പെട്ടെന്ന് ഒരു പേഷ്യൻ്റ് ഒരു സൈഡിൽ തളർച്ച, സംസാരത്തിന് വ്യക്തത കുറവ്, ചെറിയൊരു സൈഡിലേക്ക് കോടിപ്പോവുക, ഇങ്ങനെയുള്ളത്. കൂടുതൽ സ്ട്രോക്കുകളും വരുന്നത് ആൻറ്റീരിയർ സ്ട്രോക്കുണ്ട്, പോസ്റ്റീരിയർ സർക്കുലേഷൻ. 2 തരം സ്ട്രോക്കുണ്ട്. ആൻറ്റീരിയർ സർക്കുലേഷൻ സ്ട്രോക്കിലാണ് കൂടുതലായും ഈ ഫൈൻഡിങ്സ് നമുക്ക് കിട്ടുക. പോസ്റ്റീരിയർ സർക്കുലേഷൻ സ്ട്രോക്കിലേക്ക് പോവുകയാണെങ്കിൽ കൂടുതലായും പേഷ്യൻറ്റിന് തലകറക്കം, തലവേദന, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിലേക്കായിരിക്കും. നടക്കുമ്പോൾ ബാലൻസ് കിട്ടാതിരിക്കുക, ഇങ്ങനെയുള്ള രീതിയിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും കൂടുതലായിട്ട് വരിക. ഇനി സ്ട്രോക്കിന് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ടൈമാണ്. ടൈം ഈസ് ബ്രെയിൻ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് കൊണ്ടാണ്. നമ്മളുടെ നാഡീകോശങ്ങൾ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ നിമിഷത്തിലും ഒത്തിരി നാഡീകോശങ്ങൾ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ വഴിയായിട്ട് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിൻ്റെ പെർമനൻറ്റ് ഡിസബിലിറ്റിയിലോട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും പേഷ്യൻറ്റിനെ എത്ര പെട്ടെന്ന് അടുത്തുള്ള സജ്ജീകരണങ്ങളുള്ള ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റുന്നോ അത്രയും പെട്ടെന്ന് പേഷ്യൻറ്റിനെ നമുക്ക് കൂടുതൽ ഡിസബിലിറ്റിയിൽ നിന്നും ഉണ്ടാകാതെ രക്ഷപ്പെടുത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സ്ട്രോക്കിനെ ഒരു 4.5 മണിക്കൂർ ഉള്ളിലെത്തിച്ചാൽ അത് ഗോൾഡൻ ഹവറായിട്ടാണ് നമ്മൾ പറയാറുള്ളത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4.5 മണിക്കൂറിനുള്ളിൽ പേഷ്യൻറ്റിനെ നമുക്ക് എത്തിക്കാൻ പറ്റിയാൽ RTPA, റീകോമ്പിനൻറ്റ് ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ എന്ന് പറയുന്ന മരുന്ന് കൊടുത്ത് ഈ ക്ലോട്ട് വന്നിരിക്കുന്നതിനെ നമുക്ക് അലിയിച്ച് കളയാൻ പറ്റും. അങ്ങനെയുള്ളപ്പോൾ തന്നെ അവരുടെ 70 മുതൽ 80% വരെയുള്ള ബുദ്ധിമുട്ട് പെട്ടെന്ന് മാറാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ
ടൈം ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഇൻ സ്ട്രോക്ക്. ഇനി ഈ സിംറ്റംസിനെ ഓർത്തിരിക്കാൻ നമുക്ക് ഫാസ്റ്റ് എന്നുള്ളൊരു കോഡ് ഉപയോഗിക്കാം. ഫാസ്റ്റ്, എഫ് ഫോർ ഫേസ്, ഫേസിൽ ഡീവിയേഷൻ വരിക, എ ഫോർ ആംസ്, ആംസിന് കൈക്കും കാലിനും ക്ഷീണം വരിക, എസ് ഫോർ സ്പീച്ച്, സ്പീച്ച് എന്ന് പറയുമ്പോൾ വ്യക്തത കുറവ് വരിക, ടി ഫോർ ടൈം ടു ബ്രിങ് ദ ആംബുലൻസ്. ഇതാണ് ഫാസ്റ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് സ്ട്രോക്കിനെ കുറിച്ചുള്ള ഒരു ബേസിക്. അതുപോലെ തന്നെയാണ് ഈ ഷുഗർ, ബ്ലഡ് പ്രഷർ കൂടുതലുള്ള രോഗികൾക്കാണ് സ്ട്രോക്ക് അധികമായി കണ്ടുവരുന്നത്. അതായത് ബ്ലഡ് തലച്ചോറിൽ ഫ്ലോട്ട് ആവുക, ഇങ്ങനെയൊക്കെയാണ് പൊതുവെ പറയപ്പെടുന്നത്. എന്താണ് അതിനുള്ള റീസൺ? അത് ശരിയാണ്. പക്ഷാഘാതത്തിന് എപ്പോഴും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അതിന് കുറേ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അതിലെ ഏറ്റവും കൂടുതലായി വരുന്ന റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളാണ്. ജീവിതശൈലി രോഗങ്ങൾ, അതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ട് നമ്മളുടെ പ്രമേഹം, പ്രഷർ, കൊളസ്ട്രോള്, ഒബീസിറ്റി, തടി, വണ്ണം കൂടുക, ചിലർ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് ഉപയോഗിക്കുന്നവർ, സ്ട്രെസ്സ്, എന്തെങ്കിലും ടെൻഷൻ, ആൻസൈറ്റി ഡിസോർഡേഴ്സ്, സ്ട്രെസ്സ്, ആൽക്കഹോൾ, മദ്യത്തിൻ്റെ കൂടുതലായുള്ള ഉപയോഗം, സിഗരറ്റ്, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഈ റിസ്ക് ഫാക്ടർ കൂട്ടുന്നതാണ്. ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ജീവിതശൈലി രോഗങ്ങളായ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എന്നിവയാണ്. എന്താണ് ബേസിക്കലി സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊളസ്ട്രോള് നമ്മുടെ രക്തധമനികളിൽ അടിയും. അതിൻ്റെ അളവ് കൂടുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ രക്തധമനികളിൽ അതിൻ്റെ ഡെപ്പോസിഷൻ ഉണ്ടാകും. അതിനെ നമ്മൾ അത്തീറോസ്ക്ലെറോട്ടിക് പ്ലേഗ് എന്ന് പറയും. ഈ പ്ലേഗ് ഡെപ്പോസിഷൻ കാരണം രക്തോട്ടം കുറയാനുള്ള സാധ്യതയും അത് ക്രമേണ ക്ലോട്ട് ഉണ്ടാകാനുള്ള സാധ്യതയിലോട്ടും പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്ട്രോക്ക് എന്ന് പറയുന്നതിന് മുമ്പായി ഒരു സൂചന പലപ്പോഴും ചില പേഷ്യൻസിന് കിട്ടാറുണ്ട്. അതിനെ നമ്മൾ ട്രാൻഷ്യൻ്റ് ഇസ്കീമിക് അറ്റാക്ക് എന്ന് പറയും. ട്രാൻഷ്യൻ്റ് ഇസ്കീം എന്ന് വെച്ചാൽ സ്ട്രോക്കിൻ്റെ അതേ സിംറ്റംസ് ഒരു പേഷ്യൻറ്റിന് ഒരു 5-10 മിനിറ്റ് നേരത്തേക്ക് വരികയും അത് പിന്നെ നോർമലിലേക്ക് ആ മനുഷ്യൻ മാറുകയും ചെയ്യും. അപ്പോൾ അതിനെ നമ്മൾ നിസ്സാരവൽക്കരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ സമീപിക്കേണ്ട. അങ്ങനെയാണെങ്കിൽ ഭാവിയിൽ ഒരു സ്ട്രോക്ക് വരാനുള്ള സാധ്യത ആ പേഷ്യൻറ്റിന് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ നമുക്ക് അങ്ങനെ ഒരു സിംറ്റം വരുമ്പോൾ നേരത്തെ മുൻകൂട്ടി ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഷുഗറിൻ്റെതായ ട്രീറ്റ്മെൻറ്റിനാണെങ്കിൽ ഷുഗറിന് ഭക്ഷണത്തിലുള്ള ക്രമീകരണം, കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കുക, കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മനുഷ്യൻ ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും 40 മുതൽ 45 മിനിറ്റ് വരെ ഒരു മോഡറേറ്റ് എക്സസൈസ് എല്ലാ ദിവസവും ചെയ്യുക. ഫാറ്റി ആസിഡ്സ്, ട്രാൻസ് ഫാറ്റി ആസിഡ്സ്, സാച്ചുറേറ്റഡ് ഫാറ്റി, ഇത് ഉള്ള കണ്ടൻസ് കുറയ്ക്കുക. ഉപ്പിൻ്റെ ഉപയോഗം വളരെ ലിമിറ്റ് ചെയ്യുക. 5 ഗ്രാം താഴെയായിട്ട് ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കുക. ഇങ്ങനെയുള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ജീവിതശൈലി രോഗങ്ങൾക്ക് ഒത്തിരി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് സ്ട്രോക്കിനെ ഒരു പരിധിവരെ നിയന്ത്രിക്കും. അതുപോലെ തന്നെ ഡോക്ടർ ഇപ്പോൾ മാംഗ്ലൂരും കാസർഗോഡും ഒരുപാട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത ഒരാളാണ്. ഒരു ഫിസിഷ്യൻ എന്ന നിലയിൽ ഒരുപാട് രോഗങ്ങളെക്കുറിച്ച് ചോദിക്കണമെന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് കൊറോണ വൈറസ്, എന്താണ് കൊറോണ വൈറസിനെ കുറിച്ച് ഡോക്ടർക്ക് പറയാനുള്ളത്? 2019 ചൈനയിലെ വുഹാൻ എന്ന് പറയുന്ന സ്ഥലത്ത് തുടങ്ങിയ ഒരു വൈറസ് ഇന്ന് നമ്മുടെ കേരളക്കരയാകെ അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടാകെ പടർന്നിരിക്കുകയാണ്. സാർസ് കോവിഡ്-2 എന്ന വൈറസ്, സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രം കൊറോണ വൈറസ് ടൈപ്പ് 2. ഇതാണ് 2019 നമ്മൾ കണ്ടുപിടിച്ച കൊറോണ വൈറസുകൾ മെയിനായിട്ട് 7 ഉണ്ട്. അതിൽ നേരത്തെ വന്നുപോയ മെർസ്, സാർസ് എന്നുള്ള വെറൈറ്റികളൊക്കെ വളരെ വലിയ വിപത്തുകളായി മാറിയതാണ്. അതുപോലെ തന്നെ അതിനെക്കാട്ടി ഉപരിയുള്ള ഒരു വിപത്തായി ഇപ്പോൾ ഈ സാർസ് കോവിഡ്-2 മാറിയിരിക്കുകയാണ്. ഇത് സാധാരണ രീതിയിൽ ആദ്യത്തെ ഒരു പീക്കിൽ വന്ന സിംറ്റംസ് എന്ന് പറഞ്ഞാൽ പനി, ചുമ, തൊണ്ടവേദന, ശരീരവേദന, ഇങ്ങനെയുള്ള മണം കിട്ടായിക വരിക, ഇങ്ങനെയുള്ള നോർമലായിട്ടുള്ള ഫീച്ചേഴ്സായിരുന്നു. അത് അത്ര ഒരു സിവിയറിറ്റിയിലോട്ട് പോകും. ട്രാൻസ്മിഷൻ ഭയങ്കര കൂടുതലായിരുന്നെങ്കിലും കോംപ്ലിക്കേഷൻസ് അത്ര വരുന്നില്ലായിരുന്നു. പക്ഷേ രണ്ടാമത്തെ ഒരു പീക്ക് വന്നപ്പോൾ സിംറ്റംസിന് മാറ്റം വരികയും കോംപ്ലിക്കേഷൻസ് കൂടുതലായി വരികയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. സിംറ്റംസിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ
വന്നിരുന്ന പനി, ചുമ, തൊണ്ടവേദന എന്നിവയിൽ നിന്ന് മാറി വേറെ പുതിയ പുതിയ സിംറ്റംസ് ആണ് ഇപ്പോൾ പേഷ്യൻസിനെ കാണാൻ സാധിക്കുന്നത്. അതിൽ ഒന്ന് തലവേദനയാണ്. തലവേദന. രണ്ടാമത് കണ്ണിനസുഖം, കൺജങ്ക്റ്റിവൈറ്റിസ്, കണ്ണിനസുഖം വരിക. മൂന്നാമതായിട്ട് നമ്മുടെ നഖത്തിലും ഒക്കെ കളർ മാറുക, ഡിസ്കളറേഷൻ ഓഫ് ദ ടോസ് ആൻഡ് നെയിൽസ്. നാലാമതായിട്ട് സ്കിന്നിൽ പാട് വരിക, റാഷസ് സ്കിന്നിൽ വരിക. അഞ്ചാമതായിട്ട് വയറിന് പ്രശ്നങ്ങൾ, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ പ്രോബ്ലംസ്, ഛർദി, ഒഴിച്ചിൽ, വയറിന് അസ്വസ്ഥത. ഇങ്ങനെയുള്ള പുതിയ പുതിയ റീസൺസാണ് ഇപ്പോൾ കണ്ടുവരുന്ന കോവിഡിൽ നമ്മൾ കാണുന്നത്. അതോടൊപ്പം തന്നെ കോംപ്ലിക്കേഷൻസും കൂടുതലായി കാണുന്നു. ചിലർക്ക് പനി ഉണ്ടാകുന്നില്ല, തൊണ്ടവേദന, നേരിട്ട് ചുമ, ശ്വാസം മുട്ടിലേക്ക് പോവുകയും ആ ശ്വാസം മുട്ട് നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ്റെ അളവ് വളരെ ഗണ്യമായി കുറയ്ക്കുകയും ചെയ്യുകയും ആ പേഷ്യൻറ്റിന് ഐ സി യു അഡ്മിഷൻസ് ഇപ്പോൾ നമുക്ക് കൂടുതലായി കാണപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് വകഭേദം വന്ന വൈറസ് എന്ന് നമ്മൾ വായിക്കാറുണ്ട്. മറ്റു രാജ്യങ്ങളുടെ പേര് വെച്ചാണ് ഇവയെക്കുറിച്ച് പറയുന്നത്. എന്താണ് വകഭേദം വന്ന വൈറസ്? എന്താണ് പഴയ വൈറസും ഇവയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഡോക്ടർ? നോർമലി എല്ലാ വൈറസുകളും റെപ്ലിക്കേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ തന്നെ കോപ്പി ഉണ്ടാക്കുകയോ ചെയ്യാറുണ്ട്. ഇതിനെയാണ് നമ്മൾ നോർമലി മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. മ്യൂട്ടേഷൻ എല്ലാ വൈറസുകൾക്കും സംഭവിക്കുന്നൊരു കാര്യം. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഉണ്ടാക്കുന്ന കോപ്പിയിലോ അല്ലെങ്കിൽ പുതിയതായുള്ള മ്യൂട്ടേഷൻസ് സംഭവിക്കുമ്പോൾ അതിനെ നമ്മൾ വേരിയൻറ്റ് മ്യൂട്ടേഷൻ എന്ന് പറയും. വേരിയൻസ്. അങ്ങനെയുള്ള വേരിയൻസ് ഉണ്ടാകുമ്പോൾ ആ വേരിയൻസ് ഉണ്ടാക്കുന്ന സിംറ്റംസും അതിൻ്റെ സിവിയറിറ്റിയും അതിൻ്റെ ട്രാൻസ്മിഷനും ഒക്കെ അതിൻ്റെ പഴയ വൈറസിനെ കാട്ടി മാറ്റം കാണും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇന്ത്യ നോക്കുകയാണെങ്കിൽ, കേരളത്തിലേക്ക് വരികയാണെങ്കിൽ, പുതിയതായി പറയുന്ന വകഭേദം എന്ന് പറയുന്നത് ഏറ്റവും കോമൺ ആയിട്ട് കണ്ടിരിക്കുന്നത് 4 ടൈപ്പിലുള്ളതാണ്. അതിൽ ഒന്ന് ഇന്ത്യൻ വകഭേദം തന്നെയാണ്. അത് വളരെ സിവിയറിറ്റി കൂടിയ അസുഖവും പെട്ടെന്ന് ട്രാൻസ്മിഷൻ വരുന്നതും കൂടുതൽ കോംപ്ലിക്കേഷൻസ് വരുന്നതുമായ വൈറസായി മാറി. അറൗണ്ട് 40% നമ്മൾ അത് കണ്ടുവരുന്നുണ്ട്. പിന്നെ കണ്ടുവരുന്നത് UK കെൻറ്റ് വെറൈറ്റി അല്ലെങ്കിൽ UK നിന്നുള്ള വേരിയൻ്റാണ്. B117 എന്ന് പറയുന്ന UK വേരിയൻറ്റ്. ഈ UK വേരിയൻറ്റ് അറൗണ്ട് 30% ഓഫ് ആൾക്കാരിൽ നമുക്ക് കണ്ടുവരുന്നുണ്ട്. പിന്നെ കണ്ടുവരുന്ന ഒരെണ്ണം ഡബിൾ മ്യൂട്ടൻ്റ് സൂപ്പർ ഇൻഫെക്ഷൻ. ഡബിൾ മ്യൂട്ടൻ്റ് എന്ന് പറഞ്ഞാൽ 2 മ്യൂട്ടൻ്റ് വേരിയൻറ്റ്സ് കൂടി ചേർന്ന് പുതിയ ഒരെണ്ണമായി അതുണ്ടാക്കുന്ന ഇൻഫെക്ഷൻ, സൂപ്പർ ഇൻഫെക്ഷൻ. അത് ഒരു ഏകദേശം 10% താഴെയുള്ളവർക്ക് ഡബിൾ മ്യൂട്ടൻ്റ് കണ്ടുവരുന്നുണ്ട്. അതല്ലാണ്ട് പിന്നെ കണ്ടുപിടിച്ച ഒരെണ്ണം സൗത്ത് ആഫ്രിക്കൻ വേരിയൻ്റാണ്. അത് ഏകദേശം 2 മുതൽ 3% പേരിൽ സൗത്ത് ആഫ്രിക്കൻ വേരിയൻറ്റ്സ് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വേരിയൻറ്റ്സ് വരുമ്പോൾ നമുക്ക് പലപ്പോഴും ഇപ്പോൾ ഉണ്ടാകുന്ന പ്രായോഗികമായ ബുദ്ധിമുട്ട്, ടെസ്റ്റുകളിൽ ചില സമയങ്ങളിൽ അത് പോസിറ്റിവിറ്റി കാണിക്കാതെ വരികയും അങ്ങനെയുള്ളപ്പോൾ ഒരു പേഷ്യൻ്റ് ടിപ്പിക്കലായുള്ള സിംറ്റംസ് വന്നാൽ പോലും നമുക്ക് കോവിഡ് എന്നുള്ള ഒരു ഡയഗ്നോസിസിലോട്ട് എത്തിച്ചേരാൻ കഴിയും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേറെ പല ഇൻവെസ്റ്റിഗേഷനെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടതായി വരുന്നു. കോവിഡിൻ്റെ RT-PCR അല്ല ആൻറ്റിജനോ ഒഴിച്ച് ബാക്കി അതിൻ്റെ കൂടെ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസും CT സ്കാനിങ് ഇങ്ങനെയുള്ള റിപ്പോർട്ടുകളെയും കൂടെ റിലേ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലോട്ട് നമ്മൾ പോകുന്നുണ്ട്. ഈ ഒരു മഹാമാരിയുടെ സമയത്ത്, ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ ഡോക്ടർക്ക് രോഗികളോ അല്ലെങ്കിൽ പൊതുസമൂഹത്തോട് എന്ത് മെസ്സേജാണ് COVID-19 കുറിച്ച് നൽകാനുള്ളത്? പൊതുസമൂഹത്തിനോട് പറയാനുള്ളത്, കം ടു ദ ബേസിക്സ്. വീണ്ടും നമ്മൾ ആദ്യം എന്തൊക്കെ ചെയ്തോ അതിലേക്ക് തന്നെ കടക്കുക. 4 കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. കൈ കഴുകുക, കൈ ശുചിയായിട്ട് സൂക്ഷിക്കുക. നമ്മുടെ സോപ്പും വെള്ളവും മാത്രം മതി എല്ലാ കാര്യങ്ങളും. ഏത് കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പും അതിന് ശേഷവും കൈയും മുഖവും എല്ലാം വളരെ വൃത്തിയായി കഴുകുക. 1. രണ്ടാമതായി ശരിയായ രീതിയിൽ മാസ്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ്. മാസ്ക് ഉപയോഗിച്ചാൽ തന്നെ ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് ഈ വൈറസ് നമ്മളിലേക്ക് കിടക്കുന്നതിനെ തടയാൻ സാധിക്കും. അതിൽ തന്നെ തുണിയുടെ മാസ്ക് ഒക്കെ ഉപയോഗിക്കുന്നത് പരമാവധി കുറച്ച് N95 മാസ്ക് തന്നെ ഉപയോഗിക്കാൻ. അത് അതിൻ്റേതായ രീതിയിൽ ചിലരത് താത്തി ഉപയോഗിക്കും, ചിലർ മൂക്കിൻ്റെ താഴെ വെക്കും, ചിലർ വായുടെ താഴെ വെക്കും. അങ്ങനെയല്ല, അത് വെക്കുമ്പോൾ തന്നെ അത് മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ. അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്
നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ മുമ്പ് ഭാഗത്ത് തൊടുന്നത് അത് പാടില്ല. മാസ്ക് വെച്ച് കഴിഞ്ഞാൽ അത് ഇടയ്ക്ക് മുമ്പ് ഭാഗത്തല്ല, അത് സൈഡിൽ നിന്ന് നമ്മൾ ചെവിയിൽ കോർത്തിരിക്കുന്ന അവിടെ നിന്ന് മാത്രം അത് റിമൂവ് ചെയ്യുക. അല്ലാതെ അത് മുമ്പിൽ തൊട്ടു അങ്ങനെ ചെയ്യുമ്പോൾ അത് നമ്മൾ ഇടുന്നതിൻ്റെ ആ മുഴുവൻ ഗുണം നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് സോഷ്യൽ ഡിസ്റ്റൻസിങ്, 1.5 മുതൽ 2 മീറ്റർ ഡിസ്റ്റൻസ് ഇട്ട് മാത്രം എല്ലാവരുമായിട്ട് നമ്മൾ സംസാരിക്കും. നാലാമതായിട്ട് ഇപ്പോൾ ഏറ്റവും നമുക്ക് വേണ്ടത് വാക്സിനേഷനാണ്. വാക്സിനേഷൻ എല്ലാവരും വാക്സിനേഷൻ എടുക്കുക. വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ രോഗം വരില്ല എന്നല്ല പറഞ്ഞത്, രോഗം വന്നെങ്കിൽ പോലും അത് വലിയ ലക്ഷണങ്ങളോ അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടോ ഇല്ലാതെ നമ്മളിൽ നിന്നും മാറിക്കിട്ടുമെന്നുള്ള ഗുണമുണ്ട്. അതുകൊണ്ട് ഇത് 2 വാക്സിനുണ്ട്, കോവാക്സിൻ അല്ലെങ്കിൽ കോവിഷീൽഡ്. കോവാക്സിൻ എന്ന് പറയുന്നത് ഭാരത് ബയോടെക്കിൻ്റെയും കോവിഷീൽഡ് എന്ന് പറയുന്നത് സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും. ഇത് രണ്ടും ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വാക്സിൻസാണ്. രണ്ടിൻ്റെ എഫിക്കസി അറൗണ്ട് 80% നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ വാക്സിൻസ് 2 ഡോസ് 28 ദിവസം വിട്ട് ഇപ്പോൾ 42 ദിവസം വരെയോ അല്ലെങ്കിൽ അതിനുശേഷം 120 ദിവസം വരെ നമുക്ക് കോവിഷീൽഡ്, മറ്റേതാണെങ്കിൽ 4 മുതൽ 6 ആഴ്ച വരെ കോവാക്സിൻ്റെ ഡോസ് നമുക്ക് ഫസ്റ്റും സെക്കൻഡ് ഡോസും തമ്മിൽ എടുക്കാം. ഈ 2 വാക്സിനും എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ കൊറോണ വൈറസിനെ തടഞ്ഞു നിർത്താൻ സാധിക്കും. അതുകൊണ്ട് ഈ 4 കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇത്രയും നേരം സാറിൻ്റെ വിലപ്പെട്ട സമയം നമ്മൾക്ക് വേണ്ടി, ഞങ്ങൾക്കും ഞങ്ങളുടെ ചാനലിനും പ്രേക്ഷകർക്കും വേണ്ടി മാറ്റിവെച്ചതിലും കോവിഡ് മഹാമാരിയെക്കുറിച്ചും സ്ട്രോക്ക് എന്ന അസുഖത്തെക്കുറിച്ചും വിവരിച്ചതിനും എൻ്റെയും ചാനലിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സാർ. നമസ്കാരം.